പക്ഷേ പുറമേ പോയിട്ട് നമ്മൾ വല്ല കല്യാണ പൂജയൊക്കെ എടുക്കുന്ന സമയത്തേ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു 4 ആളുടെ മുമ്പിൽ നമ്മൾ പൂജ ചെയ്യണം. എനിക്ക് ഇടം കയ്യാനാണ് ഞാൻ. എനിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വെച്ചാൽ ഈ നാളികേരം ഉടയ്ക്കണതാണ്. ഞാൻ ഈ നാളികേരം മറ്റേ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കാരണവന്മാർക്ക് നോക്കും അവിടുത്തെ അപ്പോൾ ഞാൻ വലത്തെ കൈയിലേക്ക് മാറ്റും. കാരണം ഇടം കൈ കൊണ്ട് നാളികേരം ഉടച്ചാൽ അവിടെ വലിയ മഹാപാപമാണത്, ഉടയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. വെട്ടത്തേക്ക് എടുത്തിട്ട് വലം കൈ കൊണ്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെയാണ് മുട്ടറക്കാനൊക്കെ വേറെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൂജാവിധി ശരിക്കും പഠിക്കണം എന്നുള്ള മനസ്സിലായത് കല്യാണ പൂജകൾ പോകുമ്പോഴാണ്. അത് 4 ആളുടെ മുമ്പിൽ പൂജ ചെയ്യണം. അപ്പോൾ അത്യാവശ്യം ഗൗരവമായിട്ട് അദ്ദേഹത്തിൻ്റെ പഴയ പുസ്തകങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാമി പറഞ്ഞു ഇങ്ങനെ ആ സപരിവാരം ഒന്ന് എടുത്ത് നോക്കിക്കോ, ഉൾക്കട്ട് വെച്ച് എടുത്ത് നോക്കിക്കോ, അതിൽ അത്യാവശ്യം ഉണ്ട്. പിന്നെ വേറെ 2-3 നോട്ടുകൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം പൂജാവിധികൾ കാണിപ്പേര് സംഘടനപരിപാടിൻ്റെ ഒരു പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഫോളോ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ബേസിക് പൂജ പുറമേ ചെയ്യുന്ന അദ്ദേഹം പൂജകളൊക്കെ ഒരു വൈദിക രീതിയിലേ ചെയ്യുള്ളൂ. രഹസ്യമായിട്ടുള്ള അദ്ദേഹം ചില കർമ്മങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അദ്ദേഹം പാരമ്പര്യമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുക. അത് ഇതിൽ തൊടിയിക്കില്ല, അവരുടെ പൂജാവിധി തൊടിയിക്കില്ല. അതിൻ്റെ ഈ കൂട്ടി രക്ഷിക്കലും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്, ബന്ധനം ചെയ്യാനൊക്കെ വ്യത്യാസമുണ്ട്. പീഠപൂജ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് മന്ത്രങ്ങളും വ്യത്യാസമുണ്ട്, മുദ്രകളും വ്യത്യാസമുണ്ട്. അതിൽ രഹസ്യാത്മകമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണത്.